ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ആരെങ്കിലും ഒക്കെ ആയിട്ടുണ്ടാവും ഇല്ലേ? അപ്പോൾ ബാങ്കിലോ പഞ്ചായത്തിലോ ഒന്നും പോയി ബുദ്ധിമുട്ടാതെ നമ്മുടെ വീട്ടിലൊരു ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ പെൻഷൻ നോക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിനായി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ ഗൂഗിൾ ക്രോം ഉണ്ടാവും. ആ ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യാം. അതിൽ നമ്മൾ സേവന പെൻഷൻ എന്ന് ടൈപ്പ് ചെയ്യാം. സേവന പെൻഷൻ. നമുക്കിവിടെ പെൻഷൻ തെരച്ചിലെന്ന് കാണാൻ സാധിക്കും. നമ്മൾ ആ പെൻഷൻ തെരച്ചിലാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് 3 വിവരങ്ങൾ ഉപയോഗിച്ചിട്ട് പെൻഷൻ നോക്കാൻ വേണ്ടി പറ്റും. പെൻഷൻ ID, ആധാർ നമ്പർ, അക്കൗണ്ട് നമ്പർ. നമുക്കിവിടെ ആധാർ നമ്പർ ഉപയോഗിച്ചിട്ട് പെൻഷൻ നോക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ക്ഷേമ പെൻഷൻ കിട്ടുന്നവരുണ്ടാവാം, ക്ഷേമനിധി പെൻഷൻ കിട്ടുന്നവരുണ്ടാവാം. അപ്പോൾ നമ്മൾ ആധാർ നമ്പർ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ 2 പെൻഷൻ്റെ വിവരങ്ങൾ കൃത്യമായിട്ട് തന്നെ അറിയാൻ സാധിക്കും. അതുകൊണ്ട് നമുക്കിവിടെ ആധാർ നമ്പർ ഉപയോഗിക്കാം. നമുക്ക് ഈ ആധാർ നമ്പറിൻ്റെ അടുത്തുള്ള റേഡിയോ ബട്ടണിൽ ടച്ച് ചെയ്യാം. അതിനുശേഷം പെൻഷൻ നോക്കേണ്ട ആളുടെ ആധാർ നമ്പർ നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. താഴെ ഒരു ക്യാപ്ച കാണും, അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. തിരയുക. നമുക്കിവിടെ പെൻഷൻ ഉപഭോക്താവിൻ്റെ വിവരങ്ങൾ ലഭ്യമാവും. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ആൾക്ക് 2 പെൻഷൻ കിട്ടുന്നുണ്ട്. ഒന്ന് ക്ഷേമ പെൻഷനും ഒന്ന് ക്ഷേമനിധി പെൻഷനും. ഞാൻ നിങ്ങൾക്കിപ്പോൾ വാർദ്ധക്യകാല പെൻഷനെ പറ്റിയിട്ടാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് നേരെയുള്ള പെൻഷൻ ID ഉണ്ടല്ലോ, അതിൽ ടച്ച് ചെയ്യാം. പെൻഷൻ ഐഡികൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെൻഷൻ ഉപഭോക്താവിൻ്റെ അടിസ്ഥാന വിവരങ്ങളും പൊതുവിവരങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ എന്നാണ് നമുക്ക് പെൻഷൻ ലഭിക്കാൻ തുടങ്ങിയെന്നുള്ളതും നമുക്ക് എത്ര രൂപ പെൻഷൻ കിട്ടുന്നുണ്ടെന്നുള്ളതും നമ്മുടെ പെൻഷൻ മസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും എല്ലാം തന്നെ നമുക്ക് ഇതിന്ന് വ്യക്തമാവും. ഇനി നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പെൻഷൻ കയറിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വർഷത്തിലെ DBT വിതരണം സംബന്ധിച്ച വിവരങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ബ്ലൂ കളറിൽ കണ്ടിട്ടില്ലേ, അതിൽ നമ്മൾ ടച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പെൻഷൻ വിതരണം നടത്തിയ മാസം, എത്ര രൂപ നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്, ഇതെല്ലാം തന്നെ നമുക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പെൻഷൻ കിട്ടുന്നവർക്ക് ക്ഷേമ പെൻഷൻ 600 രൂപയും ക്ഷേമനിധി പെൻഷൻ ഫുൾ പെൻഷനും കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.